നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. 6 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ട് എപ്പോഴും വിഷമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇനി മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാതെ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ എപ്പോഴും റിലേഷനിൽ വരുന്ന പ്രശ്നങ്ങളോട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ഈ റിലേഷൻ ഏത് രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് ചിന്തിക്കാതെ എപ്പോഴും ഇവിടെ റിലേഷനിൽ പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു പരാതിയിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുള്ള നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്, അവർ ഏത് രീതിയിലാണ് ഈ റിലേഷനെ കാണുന്നത്, ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്നുള്ളതാണ്. അത് അറിയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ റിലേഷനിൽ ഇനി നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഫാൾട്ട് എന്താണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേട്ടോ. 7 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ലെവലിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിങ്ങളെ ഇനിയും വേദനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല, എനിക്ക് ഇനിയും വേദന സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷനിൽ ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഈ റിലേഷനിൽ വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അവര് സീരിയസ് ആയിട്ട് റിലേഷനെ കാണുന്നില്ല, നല്ല രീതിയിൽ റിലേഷനെ ഡീൽ ചെയ്യുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ മാത്രം കുഴപ്പം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അതായത് ഇപ്പം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അവര് ഫാമിലിക്കൊപ്പം നിൽക്കുക, നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങളൊരു പ്രതിസന്ധിയിലാക്കിയിട്ട് അവർ മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഈ ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പം അവര് ഡിസ്റ്റർബ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളില്ലാതെ നിൽക്കുമ്പം അവർ അത്രയും ഡിസ്റ്റർബ്ഡ് ആണ്. അവരുടെ മനസ്സിൽ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നില്ല. അവരെപ്പോഴും അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരുന്ന ഒരാള് ഇപ്പം അവരുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അപ്സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ഇത്രയും ഒരു ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരെന്താണ് ഈ റിലേഷനിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഈ റിലേഷന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് സംസാരിച്ച് അവരെത്രമാത്രം ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആണെന്ന് നിങ്ങളോട് ക്ലിയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ് എനർജിയാണ്. അവരുടെ മനസ്സിൽ അത്രയും സ്ട്രെസ് ഉണ്ട്, നിങ്ങൾ അടുത്തില്ലാത്തതിന്റെ, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലോട്ട് പോയതിന്റെ സ്ട്രെസ് അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും സ്ട്രെസ്ഫുൾ ആയിരിക്കാം. അപ്പൊ അത്രയും മാനസികമായിട്ട് അവർക്ക് ഈ റിലേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. കിങ് ഓഫ് സോഡ്സ് എനർജിയാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനാണ്.
ഈ റിലേഷൻ എന്തായി പോകും എന്നുള്ള ടെൻഷനിലാണ് അവർ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഈ റിലേഷൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അവരുടെ സത്യം പറഞ്ഞാൽ അവരെ മറ്റുള്ളവര് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും പറയാട്ടോ. അവർ ഓരോ ഈ റിലേഷന്റെ കാര്യത്തിൽ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അവരെ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ മറ്റുള്ളവരുടെയും കൂടി വാക്ക് കേട്ട് പല കാര്യങ്ങളും ചെയ്തതിന്റെ ഒരു കുറ്റബോധം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ സെൽഫ് ലവിലോട്ട് കടന്നിട്ടുണ്ട്. നിങ്ങളിപ്പം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതെന്നുള്ളത്. ഹോപ്പ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ റിലേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കാണാനും സംസാരിക്കാനും റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുമെന്നാണ് കാണിക്കുന്നത്. റെസിപ്രോസിറ്റി എന്നുള്ളതാണ്. രണ്ടുപേരും ഒരു ഈക്വൽ ഗ്വാൻഡേക്കിലും മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇത് എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം ഒരു ആക്ഷൻ ഉണ്ടാവുന്നു, നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നില്ല, അവർ റിലേഷൻ ഒരു സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസിപ്രോസിറ്റി, രണ്ടുപേരും തമ്മിലൊരു ഈക്വൽ ഗ്വാൻഡേക്ക് ഇവിടെ മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് നിങ്ങളെ പേഴ്സൺ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1987 മാർച്ച്, ഉത്രട്ടാതി, ആയില്യം, ലെറ്റർ എം, ജൂലൈ, രോഹിണി, അവിട്ടം, ഏപ്രിൽ, ലെറ്റർ എച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. Thank you.